നോക്കൂ, ഗുർപോൻ സിംഗ് പണ്ണു എന്ന് പറയുന്നയാള് ഇന്ത്യൻ ഗവൺമെന്റ് തീവ്രവാദി എന്ന് മുദ്ര കുത്തിയ ഒരാളാണ്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട്, അദ്ദേഹം എന്ന് വിളിക്കുന്നത് ശരിയല്ല, എന്നാൽ ഒരു രാഷ്ട്രീയ മര്യാദയുടെ പുറത്തൊരു ചർച്ചയിൽ ഞാൻ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ വിളിക്കാൻ യാതൊരു തരത്തിലുള്ള അർഹതയില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തി വളരെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഈ രാജ്യത്തോട് പറയുകയാണ്, ഞാൻ ഈ CJP നേതാക്കളുമായിട്ട് സൂമിൽ സംസാരിച്ചു, അവർക്ക് $1 മില്യൺ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കും. ഈ നിമിഷമായിട്ട് നിങ്ങളുടെ നേതാക്കൾ ആരും തന്നെ അതിനെ തള്ളി പറയുന്നത് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭാഗം നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിനെ കുറിച്ചിട്ട് സംശയങ്ങൾ ഉണ്ടാകില്ലേ? അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം, നീറ്റിൽ 1ാം റാങ്ക് കിട്ടിയ ആളാണോ ഉമർ ഖാലിദ്? എനിക്ക് മനസ്സിലാകുന്നില്ല. നീറ്റ് വിഷയവും ആർട്ടിക്കിൾ 370 എന്താണ് ബന്ധം ഉണ്ടായിരിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുകയും ചില ഖാലിസ്ഥാനി പിന്തുണയുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ പറയേണ്ടതല്ലോ, നിങ്ങളിപ്പോ മലയാള മാധ്യമങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് പേര് അവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിലാണ് അവര് തന്നെ പറയുന്നത്. ആദ്യം യുവരാജ് ഗോകുലിലേക്ക്. ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നത്തെ ഈ സമരം ഒത്തുതീർന്ന നിമിഷം, അതിനു മുൻപ് നടന്ന കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഉപാധികളും അംഗീകരിച്ചുകൊണ്ടുള്ള കീഴടങ്ങൽ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, എന്താണ് BJPയെയും മോദി സർക്കാരിനെയും പഠിപ്പിക്കുന്നത്? ശ്രീ വേണു, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മോദിജിയുടെ പതനത്തിന്റെ തുടക്കമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോദിജിയുടെ പതനമോ എന്നുള്ളതാണ് അങ്ങ് അതിനകത്ത് ടൈറ്റിലായിട്ട് ഇട്ടിരിക്കുന്നത്. നോക്കൊരു പതനമാണോ തുടക്കമാണോ തുടർച്ചയാണോ അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് വലിയൊരു ഉത്തരം ഭാരതത്തിലെ 142 കോടി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഒരു ദിവസവും കൂടിയാണ്. ഞങ്ങളെ കുറിച്ചിട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല തരത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഏകാധിപതികളാണ്, പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ക്രോണോളജിയെ കുറിച്ചിട്ട് ഓരോ മെയ് 3-ാം തീയതി മുതൽ എന്തൊക്കെ സംഭവിച്ചു, ഞങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുത്തു, മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ വിഷയത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സർക്കാരുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രതിപക്ഷ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു നിങ്ങൾ എന്ന് പറയുന്ന ഒരു വിമർശനം ഉയരുന്നുവെന്ന്, അത് ആരുടെ സൃഷ്ടിയാണ്? രണ്ടാമതായി നിങ്ങൾ പറയുകയുണ്ടായി മെയ് മാസം മുതൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന്. അതിലൊന്നും ഒരു വിശ്വാസ്യതയും ആരും നൽകാത്തത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ ഒരു മന്ത്രിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്? അതിലൊന്നും ആരും വിശ്വാസ്യത നൽകുന്നില്ല എന്നുള്ള കാര്യം ഏകപക്ഷീയമായിട്ട് നമുക്കൊരു ചാനൽ ഫ്ലോറിനകത്തിരുന്ന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ സാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പബ്ലിക്കിനെയാണ് ബോധിപ്പിക്കുവാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വിഷയത്തിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പ്രകടമല്ലേ? അതിനിപ്പോ ആരും ഡിനൈ ചെയ്യുന്നില്ലല്ലോ. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ ആരും അതിനകത്ത് ഡിനൈ ചെയ്യുന്നില്ലല്ലോ. എന്തെങ്കിലും പിഴവ് അദ്ദേഹത്തിന് സംഭവിച്ചതായി അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറയുന്നില്ല യുവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും അദ്ദേഹം നോക്കൂ ശ്രീ വേണു, ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ PSCയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സർക്കാർ തലത്തിൽ തന്നെയാണ്. 2 തവണ ആ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഒന്ന് ശിവരഞ്ജിത്ത് നസീം ഉൾപ്പെടെയുള്ള ആൾക്കാർ PSCയിൽ 1ാം റാങ്ക് വാങ്ങി പാസ്സായി പോകുന്ന സമയത്ത് അവരുടെ ഭാഗമായിട്ട് നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്ന് SFIയുടെ ചില ആൾക്കാർ അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടെ അവർക്ക് ഇടുക്കിയിലോ വയനാട്ടിലോ മറ്റോ കിട്ടേണ്ടുന്നതായിരുന്നു, അതുൾപ്പെടെ അവർ സർക്കാർ സംവിധാനത്തിനെ സ്വാധീനിച്ചുകൊണ്ട് അവർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാറ്റുകയും അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുകയും ചെയ്തു. രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഉത്തരം മര്യാദയ്ക്ക് വാല്യുവേഷൻ ചെയ്യാതെ, മാർക്ക് നൽകാതെ ായിരുന്നില്ല എന്ന് മാത്രവുമല്ല, കേരളത്തിൽ ഈ പറയുന്ന PSC എന്ന് പറയുന്ന ഒരു ക്രമക്കേട് താങ്കൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് താരതമ്യം ഈ CJP പ്രക്ഷോഭമല്ല, അതിന് താരതമ്യം മധ്യപ്രദേശിലെ വ്യാപമഴിമതിയാണ്.
അല്ല, ആയിക്കോട്ടെ, താരതമ്യങ്ങൾ അങ്ങല്ലല്ലോ തീരുമാനിക്കേണ്ടത്. താരതമ്യങ്ങൾ തീരുമാനിക്കേണ്ടുന്നത് അതാത് കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളാണ് താരതമ്യങ്ങളെ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. കേരളത്തിലെ ഒരു വിഷയം താങ്കൾ ചൂണ്ടിക്കാട്ടുന്നു, കേരളത്തിലെ PSC. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതാണ് താരതമ്യം. അത് മധ്യപ്രദേശിലെ വ്യാപം. അതേസമയം ഇത് കേന്ദ്ര തലത്തിലുള്ള ഏകീകൃതമായ പരീക്ഷയാണ്. അതിന്റെ നടത്തിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ്. അതും കേരളത്തിലെ PSC ആയിട്ട് ഒരു താരതമ്യവും. ഇന്ത്യ എയിംസ് ടെസ്റ്റ് ഉണ്ടല്ലോ, 2007-ലോ 2008-ലോ മറ്റോ UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ എയിംസ് ടെസ്റ്റ് ഉണ്ടല്ലോ. പേപ്പർ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും രാജിവെച്ചോ? ഇല്ലല്ലോ. ഞാൻ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഈ പരീക്ഷയിലെ പിഴവ് എത്ര തവണ ഏറ്റെടുക്കേണ്ടതുള്ളൂ. കാരണം അങ്ങ് ചൂണ്ടിക്കാട്ടിയ എയിംസ് പരീക്ഷയിലെ ക്രമക്കേട് എത്ര തവണ സംഭവിച്ചു? അതേസമയം ഈ 2024 നടന്നു, 2026 ആവർത്തിച്ചു. അതെ, 24-26 ഉത്തരം ആരാ പറയേണ്ടത്? അല്ല, ഈ ഒരു സെക്കൻഡ് മാത്രമേ നടക്കുന്നുള്ളൂ. എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ ഒരു സെന്റൻസ് പോലും പറഞ്ഞു പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കുന്നില്ല. അങ്ങയുടെ ഒരു സെക്കൻഡ് മാത്രമേ പോവാന്നേ. അല്ല, ചോദിച്ചാ പോരല്ലോ, പറയാനും കൂടെ ഉള്ള സമയം തരട്ടെ, പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണ്ടേ അങ്ങ്? ശരി. ഇപ്പോ CJPയുടെ പ്രതിനിധി നിതിൻ നോബിളും ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ഞാൻ വരാം ശ്രീ യുവരാജ് ഗോകുൽ. ശ്രീ നിതിൻ നോബിൾ, ഇവിടെ ഇപ്പോ യുവരാജ് ഗോകുൽ പറയുകയായിരുന്നു പ്രധാൻ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാതൃകാപരമായി രാജിവെച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ തോന്നിയോ താങ്കൾക്ക്? അങ്ങനെ രാജിവെക്കുകയാണോ? ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വരികയായിരുന്നു, അതോ രാജിവെപ്പിക്കുകയായിരുന്നു? ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ നേരിടാൻ പോകുന്നത്, ഞങ്ങൾ മറിച്ചിടാൻ പോകുന്നത് ഒരു വലിയ മരത്തെ തന്നെയാണ്, ഒരു വൻമരത്തെ തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ മഴുവില്ലായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരു മരം മുറിക്കുന്നതിനുള്ള ഒരു ഉപകരണവുമില്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു റോസാപ്പൂവും കയ്യിലൊരു ഭരണഘടനയുടെ ബുക്കുമാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. അത് വെച്ച് ഞങ്ങൾ പോരാടി. പക്ഷെ ഞങ്ങൾക്കൊപ്പം ആ വൻമരത്തെ വീഴ്ത്താനായിട്ട് ഒരുപാട് ആളുകൾ കൂടി, ഒരുപാട് മല്ലന്മാർ ഞങ്ങൾക്കൊപ്പം കൂടി. അവരെല്ലാവരും കൂടി ചേർന്ന് മറിച്ചപ്പോൾ ആ വൻമരം വീണു. ഇനിയും ഞങ്ങൾക്ക് മറിച്ചിടാനായിട്ട് ഒരുപാട് വൻമരങ്ങൾ അറിയാം. ആ പോരാട്ടം ഞങ്ങൾക്ക്. ശരി യുവരാജ് ഗോകുൽ, ഒരു വൻമരത്തെയാണ് കടപുഴക്കി വീഴ്ത്തിയത്, മഴുവില്ലാതെ, റോസാപ്പൂവും ഭരണഘടനയും ഉപയോഗിച്ച്. പിന്നെ ആദ്യ വിക്കറ്റേ വീണിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ആ പറഞ്ഞതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അവർ റോസാപ്പൂവും ഭരണഘടനയുമായി വന്നപ്പോൾ അവരെ കേൾക്കാൻ കഴിയുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ അത് തെളിയിക്കുന്നത്. അത് തന്നെയാണല്ലോ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞതും. അതായത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, പൊതുജനം വിലയിരുത്തുകയാണല്ലോ കാര്യങ്ങളെ. പൊതുജനം വിലയിരുത്തട്ടെന്നേ. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഒരു സർക്കാർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ജനങ്ങൾ കാണട്ടെന്നേ. അത് തന്നെയല്ലേ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞതും. അപ്പോ അതുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾ സാക്ഷി എന്ന 21-കാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാക്ഷി എന്ന 21-കാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവരുടെ കയ്യിലും റോസാപ്പൂവും ഭരണഘടനയും തന്നെയായിരുന്നു. പക്ഷേ അവരുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ പ്രവാഹം നിലയ്ക്കുന്ന ജീവൻ മരണ പോരാട്ടം അവർക്ക് നടത്തേണ്ട സാഹചര്യം ഏത് സർക്കാരിന്റെ തുറന്ന മനസ്സുകൊണ്ടുണ്ടായി? പിന്നെ ഇന്നലെയും ഇന്നുമായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ 2 യുവ സുഹൃത്തുക്കളുമായി വന്നല്ലോ. ഒരാളുടെ കാഴ്ച കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്കയാണ്. ഇന്നൊരു പെൺകുട്ടി ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി അവരോട് ഉപദേശിക്കുന്നതും അതിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തത് താങ്കൾ കേട്ടല്ലോ. അത് ഏത് സർക്കാരിന്റെ തുറന്ന മനസ്സിന്റെ ഭാഗമായി സംഭവിച്ചത്? തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാൻ ഒരു അല്പസമയം അങ്ങ് തരണമെന്ന് അങ്ങയുടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞല്ലോ ചില താരതമ്യങ്ങളായിരിക്കണമെന്ന്. 2 വിഷയങ്ങൾ വേണം ഞാൻ ഇവിടെ താരതമ്യം ചെയ്യാം. ഒന്ന്, 2011 ജൂലൈ മാസത്തിൽ രാംലീല മൈതാനത്തിൽ ശ്രീ ബാബ രാംദേവ്ജിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഒരു നിരാഹാര സത്യാഗ്രഹം ഉണ്ടായിരുന്നു. ആ നിരാഹാര സത്യാഗ്രഹം തെരുവിലേക്ക് ഇറങ്ങിയ ഒരു പ്രക്ഷോഭമല്ല, പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യപ്പെട്ട ഒരു പ്രക്ഷോഭമല്ല. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആരും തന്നെ കല്ലും കട്ടയുമായിട്ട് ആരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. പക്ഷേ എന്നിട്ടും ആ രാംലീല മൈതാനിയിൽ അർദ്ധരാത്രിയിൽ കയറി മുഴുവൻ ആൾക്കാരെയും തല്ലിയൊടിച്ച് ആനന്ദ് ബാല എന്ന് പറയുന്ന 51 വയസ്സുള്ള ഒരു സ്ത്രീയെ തലക്കടിച്ച് കൊല്ലുന്ന സാഹചര്യം അന്നത്തെ UPA സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ 30 ദിവസത്തോളം വളരെ ശാന്തമായിട്ട് സമാധാനപരമായിട്ട് ജന്തർ മന്ദറിൽ ഈ സമരം നടക്കുമ്പോൾ അവർക്കത് നടത്താനുള്ള അനുമതി ഇല്ലാതിരുന്നിട്ട് കൂടിയും അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ അവർക്ക് നേരെ മെക്കിട്ട് കയറുവാനോ ഈ സർക്കാർ തുനിഞ്ഞില്ല, അങ്ങോട്ടേക്ക് പോയില്ല. ഈ പ്രക്ഷോഭം പുറത്തേക്ക് ഇറങ്ങുകയും ഈ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ പ്രക്ഷോഭത്തിനകത്തേക്ക് ചില കലാപകാരികൾ കടന്നു കയറുകയും, അത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇവരുടെ തന്നെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഇതിനകത്തേക്ക് പലരും കടന്നുകൂടിയിട്ടുണ്ട് എന്നും, ഞങ്ങൾ ഒരിക്കലും ഇത് ഒരു വയലന്റ് പ്രൊട്ടസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ അകത്തേക്ക് പലരും കടന്നുകൂടി എന്നുള്ളതും പലരും ആയുധധാരികളായിട്ട് അവിടെ എത്തിയെന്നുള്ളതും പലരും അവിടെ കല്ലും കട്ടയൊക്കെ പറക്കി എറിയാൻ തുടങ്ങിയെന്നുള്ള കാര്യവും പബ്ലിക് പ്രോപ്പർട്ടീസ് വാൻഡലൈസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള കാര്യവും സ്പഷ്ടമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുമ്പോഴും ഇവിടുത്തെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നത് പോലത്തെ സംഘർഷങ്ങൾ അവിടെ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കുട്ടിയെ കായികമായി പെരുമാറിയത്.
ആ സന്ദീപ് ലാംബയെ അവിടെ നിന്ന് ആ പറയുന്ന ജന്തർ മന്ദറിലെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയതല്ലാതെ എന്ത് നടപടിയെടുത്തു? ഇനി അത് കൂടാതെ അങ്ങേക്കും അറിയുന്നത് പോലെ ഇവിടെ അങ്ങ് പറഞ്ഞു എന്ത് പ്രകോപനത്തിന്റെ പുറത്താണ് എന്ന് കഴിയുന്ന ആളുകൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ യുവരാജ് ഗോകുൽ അതൊരാൾക്കൂട്ടമാണ്. എന്നാൽ ഒരു സേനയുടെ അകത്ത് നെയിം പ്ലേറ്റ് ഇല്ലാതെ യൂണിഫോം ഇല്ലാതെ ആളുകൾ വന്നത് ഏത് സാഹചര്യത്തിൽ? അത് കോടതിയുടെ വരെ ഇടപെടൽ, ഡൽഹി കോടതിയുടെ ഇടപെടലിലേക്ക് വരെ എത്തുന്ന ഘട്ടത്തിലാണ് ഡൽഹി പോലീസ് നിർദ്ദേശം കൊടുത്തത്. ഇനി യൂണിഫോം ധരിക്കാതെ ഒരു പോലീസ് സേനയിലെ ഭാഗമായി നിൽക്കുന്ന ആളും അവിടേക്ക് പോകരുത് എന്ന്. പക്ഷെ അപ്പോഴേക്ക് കാര്യം ചെയ്യേണ്ട കൂട്ടർ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പൊ സർക്കാർ തന്നെ പോലീസിന് സമാന്തരമായി ഒരു ഗുണ്ടാ സംഘത്തെ ഔട്ട്സോഴ്സ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ അമർച്ച ചെയ്യാൻ അഴിച്ചുവിടുന്നതിന്റെ ഉത്തരവാദി ആരാണ്? അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ കാര്യത്തിലെല്ലാം ഇനി മറുപടി പറയേണ്ടയാളുടെ പേര് അമിത്ഷാ എന്നാണത് പറയിപ്പിക്കുമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം പറയിപ്പിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കാഴ്ച പോയിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ അങ്ങേക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഞങ്ങളുടെ 60 വയസ്സുള്ള വാവസാർ എന്ന് വിളിക്കുന്ന ഒരാള്, അദ്ദേഹം പണ്ട് ലോ കോളേജ് അക്കാദമി സമരവുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് പ്രക്ഷോഭം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആരും പൂവെടുത്തെറിഞ്ഞതല്ല, പോലീസുകാർ തന്നെ തല്ലി പൊട്ടിച്ച സാഹചര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഗ്രനേഡ് എറിഞ്ഞ് ആ ഗ്രനേഡിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കും. ഇവിടെ ശബരിമല സമരം ഉണ്ടായി. ശബരിമല സമര സമയത്ത് കോടതിയിലെത്തിയപ്പോൾ സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്താണ്, നെയിം പ്ലേറ്റ് ഇല്ലാത്ത കുറെ പോലീസുകാരെ ഇറക്കി നിർത്തി പറയുന്നത് പോലെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ആ സമരത്തിലെ മറ്റൊരു തരത്തിലേക്ക് അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു പ്രക്ഷോഭം നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമോ കർണാടക പോലീസിന്റെ ഭാഗത്ത് നിന്നോ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ആക്ഷൻ ഒന്നും അല്ല. അത് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ തന്നെ സംഭവിക്കുന്നതാണ്. അതിനൊരു ഉത്തരവാദി ഉണ്ടാവേണ്ടേ യുവരാജ്? അതിനൊരു ഉത്തരവാദി ഉണ്ടാവേണ്ടേ? അല്ലെങ്കിൽ പിന്നെ പിണറായി സമം അമിത്ഷാ, ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ. അല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ ആ തലത്തിൽ തന്നെയല്ലേ ശ്രീ വേണു കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് പ്രതിഷേധം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ് അതല്ലാതെ വരുന്നത്? പിന്നെ പിണറായി സമം അമിത്ഷാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുവമോർച്ചക്കാരും മറ്റേ ഡിവൈഎഫ്ഐക്കാരും ഇവിടെ ഹെൽമെറ്റും ചെടിച്ചട്ടിയായിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്നത് പോലെ പോയില്ലല്ലോ. ഞങ്ങളാരും ആ ഭാഗത്തേക്ക് ആ തരത്തിലേക്ക് അതിനെ കായികമായിട്ട് നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയില്ലല്ലോ. അവിടെ നിങ്ങൾ 3000 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒരു 30,000-50,000 പേരെ അവിടേക്ക് ഓർഗനൈസ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾ ആ തരത്തിലേക്കൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് പിണറായി സമയം അമിത്ഷാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും പോലീസിനെ ഇവിടെ പോലീസ് അങ്ങനെ ചെയ്തു, പോലീസ് അങ്ങനെ ചെയ്യുന്നു. അല്ലല്ല, ഇവിടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി ആയിരുന്നു. അപ്പൊ പിണറായിക്കാണ് അതിൽ ഉത്തരവാദിത്തം വരേണ്ടത്, രാഷ്ട്രീയമായും ഭരണപരമായുള്ള ഉത്തരവാദിത്തം. ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് ഹോമിൽ തന്നെയാണ് കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം പറയേണ്ടത് അമിത്ഷായാണ്. ആ അർത്ഥത്തിലാണ് അത് സമം എന്ന് പറയുന്നത്. കാരണം ഇത് താങ്കളുടെ താരതമ്യമാണ്. അതായത് പിണറായിയുടെ ഗവൺമെന്റ് കാലത്ത് മുഖമില്ലാത്ത പോലീസുകാർ വന്നെങ്കിൽ ഞങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ ഞങ്ങളുടെ കാലത്തും മുഖമില്ലാത്ത പോലീസുകാർ ഇറങ്ങും. അത് അല്ലല്ല, അത് BJP സർക്കാരിന് ഒരു അഭിമാനമായി BJPയുടെ വക്താവ് ഒരു ചർച്ചയിൽ ഉന്നയിക്കുന്നെങ്കിൽ ശരി, ആ മറുപടി തന്നെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമകാരികൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെ അതുപോലെ തന്നെയാണ് യുവരാജ് പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് പോലീസ് കേരളത്തിൽ, പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതുപോലെ ഡൽഹിയിലും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികം എന്ന മട്ടിലാണ് യുവരാജ് ഗോകുൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായ നടപടിയുടെ ഭാഗമായിട്ടാണ് സാക്ഷി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അവിടെ കിടക്കുന്നത്. നമ്മുടെ സമരം അക്രമ സമരമായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ടല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സമരത്തിന് പോയിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിപ്പോ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മള് ABVP കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ അതുകൊണ്ടാണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് അതേപോലത്തെ റിട്ടാലിയേഷൻ ഉണ്ടാവും. അത് നേരിടാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട യുവരാജ് ഏട്ടൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ഈ ജന്തർ മന്ദറിൽ പോയിട്ട് പിള്ളേരെല്ലാം അടികൊള്ളുന്നതിന് പകരം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇത്രയും വിദ്യാർത്ഥികൾ ഈ ജന്തർ മന്ദറിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഈ സമരം ചെയ്ത് അടിയൊക്കെ കൊണ്ടതിന് പകരം ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുമായിരുന്നു എന്നാണ്. എത്രത്തോളം ജനാധിപത്യം നിറഞ്ഞൊരു വാക്കായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. നിങ്ങളെപ്പോലും കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന്. പക്ഷെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ദിവസം ഇവർ വളരെ സമാധാനമായിട്ട് നിരാഹാരം കാര്യം പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ സമരത്തിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഞങ്ങളെ കേൾക്കാനും താങ്കൾ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഞാൻ പൂർണ്ണമായ ബഹുമാനത്തോടെയാണ് പറഞ്ഞത്. റിസൾട്ട് ഉണ്ടായി എന്നുള്ള കാര്യവും പറഞ്ഞു. ആ സമരത്തിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞോളൂ. അത് തന്നെ. ശരി നിതിൻ.
ശരി, ഞാൻ താങ്കൾ പറഞ്ഞ ആ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മറുപടി പറഞ്ഞത്. പക്ഷേ 30 ദിവസം ഇന്ത്യയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ നിരാഹാരം കിടക്കുന്നത് കണ്ടിട്ട് അതങ്ങനെ കിടന്നോട്ടെ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നോക്കുന്നില്ല എന്ന നിലപാടെടുക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എനിവേസ്, ഈ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് പോലീസുകാരെ ഒരുപാട് ഉപദ്രവിച്ചു, പോലീസുകാർ ആക്രമണം ഏർപ്പെട്ടു, പണ്ട് കേരളത്തിൽ BJP പ്രവർത്തകർ ആക്രമണങ്ങൾ നേരിട്ടില്ല, എല്ലാം ശരിയാണ്. പക്ഷേ ഈ സമരം ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഈ അടികൊള്ളുന്നത്, ശരീരം മുറിയുന്നതിനേക്കാൾ വേദന എടുക്കുന്നത് മനസ്സ് മുറിയുമ്പോഴാണ്. നിങ്ങൾ എന്തെല്ലാം ചാപ്പകളാണ് ഞങ്ങൾക്ക് നേരെ കുത്തിയത്? രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് കുത്തിയില്ലേ? ഞാൻ സോനം വാങ്ചുക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വന്ന ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത്, ഇയാളെ കണ്ടാൽ അറിയാം ഏതോ ഒരു ചൈനീസുകാരൻ ഉണ്ടായതാണെന്ന്. ഈ നിലപാടാണ് ഇവരുടെ എല്ലാം നിലപാട്. അതായത് വിഭജിച്ച്, ഞാൻ പ്രിയപ്പെട്ട യുവരാജ് ചേട്ടനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനെയുള്ള നിലപാടുകൾ ഉള്ളവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയും ഇവിടെ വിഭാഗീയത ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തെറ്റിച്ച് നിങ്ങൾക്ക് സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിന് തന്നെയാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത്. അങ്ങനെ എന്തെല്ലാം ചാപ്പകൾ ഞങ്ങൾക്ക് നേരെ കുത്തി. ഖത്തറിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ഇത് ഖത്തർ ഫണ്ട് ചെയ്യുന്നതാണ്, അമേരിക്ക ഫണ്ട് ചെയ്യുന്നതാണ്, പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് ആരെയാണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ. ഇത്തരമൊരു സന്ദർഭത്തിൽ പാർലമെന്റിൽ ഞാനൊരു ചോദ്യം ചോദിച്ചത് എത്ര ജീവനക്കാരാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഉള്ളത് എന്നുള്ളതാണ്. നൽകിയിട്ടുള്ള മറുപടി, കോടിയിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സ്വന്തമായി ഒറ്റ ജീവനക്കാരൻ പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെയുള്ളതോ, പിന്നെ ആളുകളെ കോടികൾ എന്ന് പറഞ്ഞ് അവ്യക്തമാക്കണ്ട. അല്ലല്ല, ഒരു സെക്കൻഡ്. അങ്ങയുടെ ചോദ്യത്തിന് എഴുതി തയ്യാറാക്കി നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത് 270 പരീക്ഷ നടത്തി 6.6 കോടി കുട്ടികൾ പരീക്ഷ എഴുതി. 2026 65 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനിയാണ് അങ്ങ് കഥ പറയേണ്ടത്. എത്ര പേരുണ്ട് അവിടെ സ്റ്റാഫ് പെർമനന്റ്? എങ്ങനെയാണ് ഈ NTA എന്ന സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആകെ അനുവദിച്ച സ്റ്റാഫുകളിൽ 15 ഒഴിവുകൾ ഇപ്പോഴും കിടക്കുന്നു. സ്റ്റാഫില്ല. 72 ആളുകളെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? പുറംകരാർ വ്യവസ്ഥ പ്രകാരമാണ്. ജീവനക്കാരില്ലാതെ, നാഥനില്ല കളരിയായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ മാറ്റി. തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ NTA-ക്കെതിരായി അതിരൂക്ഷമായ അറ്റാക്ക് വന്നിരുന്നു. യൂറോപ്പിന്റെ മാൻ പവറിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാൻ പവറിനെ ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആ കപ്പാസിറ്റിയുടെ മുകളിൽ ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ലോകത്തെ നയിക്കുകയാണ്. ആ നയിക്കുന്ന ഇന്ത്യയെ തകർത്തു കളയാൻ, അതിനെ അടിയോടെ പിഴുതെടുക്കാൻ, അതിന്റെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയറിനെ, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തന്നെ ചോർത്തിക്കളയാൻ ഇവിടുത്തെ ഭരണകൂടം ആലോചിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടുന്ന ഇന്ത്യയുടെ മനസ്സ്, അതിനോട് പ്രതികരിക്കേണ്ടത് ഇന്ത്യയുടെ ക്യാമ്പസുകളാണ്, അതിനോട് പ്രതികരിക്കേണ്ടത് ഇന്ത്യയുടെ യുവത്വമാണ്, ഭാവി ഇന്ത്യയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. അവിടെ അവർ അത് പ്രതികരിച്ച സമയത്ത് രാഹുൽ ഗാന്ധി ആ സമരത്തെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ലീഗിനെ കുറിച്ചൊക്കെ ഇവിടെ പറയണ്ടായി. ഞങ്ങളിപ്പോൾ സംസ്ഥാനം, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗിനെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കേരളത്തിലാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് നാഷണൽ സംവിധാനങ്ങളൊക്കെ ഇന്ത്യൻ പ്രതിരോധമാക്കി ദിനചര്യയുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഫൈസൽ ബാബുവും ശക്തമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. യുവരാജ് മറുപടി പറയാം. തീർച്ചയായിട്ടും ശ്രീ വേണു, അതായത് ഒന്ന്, എനിക്ക് ഇവർ രണ്ടുപേരും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ശ്രീ ശിവദാസനോട് പറയാനുള്ളത്, അങ്ങ് ഒരു തവണ ഈ പറയുന്ന പ്രതിപക്ഷ സമരങ്ങളെ നേരിട്ടിരിക്കുന്ന പിണറായി വിജയനെ കൊണ്ട് അങ്ങ് നിയമസഭയിൽ മാപ്പ് പറയിച്ചിട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി പോകാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഫൈസൽ ബാബു അങ്ങ് പറയുകയുണ്ടായി, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ എന്തൊക്കെയോ അങ്ങ് വായി തോന്നുന്നതൊക്കെ പറഞ്ഞു. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം അങ്ങേക്ക് ഉത്തരവില്ല. പറയേണ്ടുന്ന പോയിന്റുകളൊന്നും തന്നെ കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ശ്രീ ശിവദാസനോട് വലിയ ബഹുമാനമുണ്ട്. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് എങ്ങനെ പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതിന്റെ എംപ്ലോയീസിന്റെ അക്കൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങ് എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ തരത്തിൽ പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതും ആ കുട്ടികൾക്ക് ഉത്തരം കിട്ടിയതും. ഇതാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. രണ്ട്, പ്രധാനമായിട്ട് എനിക്ക് ശ്രീ നിതിനോടാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മറുപടി അർഹിക്കുന്നതാണ്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. ശരിയാണ്, ചില ആൾക്കാരെ നിങ്ങളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്ന സാഹചര്യമുണ്ട്. അത് ആരാണ് സൃഷ്ടിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടുന്നതാണ്. നോക്കൂ, ഗുർപോൻ സിംഗ് പണ്ണു എന്ന് പറയുന്നയാള് ഇന്ത്യൻ ഗവൺമെന്റ് തീവ്രവാദി എന്ന് മുദ്ര കുത്തിയ ഒരാളാണ്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട്, അദ്ദേഹം എന്ന് വിളിക്കുന്നത് ശരിയല്ല, എന്നാൽ ഒരു രാഷ്ട്രീയ മര്യാദയുടെ പുറത്തൊരു ചർച്ചയിൽ ഞാൻ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ വിളിക്കാൻ യാതൊരു തരത്തിലുള്ള അർഹതയില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തി വളരെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഈ രാജ്യത്തോട് പറയുകയാണ്, ഞാൻ ഈ CJPയുടെ നേതാക്കളുമായിട്ട് സൂമിൽ സംസാരിച്ചു, അവർക്ക് $1 മില്യൺ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കും. ഈ നിമിഷമായിട്ട് നിങ്ങളുടെ നേതാക്കൾ ആരും തന്നെ അതിനെ തള്ളി പറയുന്നത് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭാഗം നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിനെ കുറിച്ചിട്ട് സംശയങ്ങൾ ഉണ്ടാകില്ലേ? അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം, നീറ്റിൽ 1ാം റാങ്ക് കിട്ടിയ ആളാണോ ഉമർ ഖാലിദ്?
എനിക്ക് മനസ്സിലാകുന്നില്ല. നീറ്റ് വിഷയവും ആർട്ടിക്കിൾ 370യുമായിട്ട് എന്താണ് ബന്ധം ഉണ്ടായിരിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുകയും ചില ഖാലിസ്ഥാനി പിന്തുണയുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ പറയേണ്ടതല്ലോ, നിങ്ങളിപ്പോ മലയാള മാധ്യമങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് പേര് അവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിലാണ് അവർ തന്നെ പറയുന്നത്. ഇനി അങ്ങ് പറഞ്ഞൊരു കാര്യം, 30 ദിവസം ഗവൺമെന്റ് കണ്ടില്ല എന്ന് നടിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. നോക്കൂ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ എന്താണ് വളരെ സമാധാനപരമായിട്ട് നിരാഹാരം ഇരിക്കുകയാണ്. ആ നിരാഹാരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോലീസുമായിട്ട് കടന്നു വന്നിട്ട് അദ്ദേഹത്തിനെ പിടിക്കാൻ പോകുന്നു, അല്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയവുമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക? അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു സംഘർഷമാണ്. അപ്പൊ അങ്ങ് പറയുമായിരിക്കും ചർച്ച നടക്കണമെന്ന്. ഈ ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നഡ്ഡാജിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ 2.5 മണിക്കൂർ ഇരുന്നിട്ടാണ് നിങ്ങളുടെ നേതാക്കൾ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായത്. നിങ്ങൾക്കൊരു ആവശ്യവും ആ സമയത്ത് പ്രോപ്പറായിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല. നിങ്ങളെ അതിനുശേഷം നിങ്ങളുടെ നേതാവായിട്ടുള്ള അഭിജിത് ദീപ്കെ എന്താണ് ചെയ്തത്? ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഗവൺമെന്റിന് മാത്രമല്ലല്ലോ, സമരം ചെയ്യുന്നവർക്ക് ഉണ്ടാകേണ്ടതല്ലേ? അഭിജിത് ദീപ്കെ എന്താ പറഞ്ഞത്? നിങ്ങൾ അവിടെ ചർച്ചയ്ക്ക് പോയ സൗരവ് ദാസിനെ, മറ്റേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഇവരെ രണ്ടുപേരെ അവിടെ ഹൗസ് അറസ്റ്റ് ചെയ്യുന്നത് പോലെ വെച്ചു, അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വെച്ചു. എന്തിനാ ഇത് പറയുന്നത്? അതിവൈകാരികത കണ്ടുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇളക്കി വിടുമ്പോഴാണല്ലോ ഈ പറയുന്ന പോലത്തെ സമരം കലാപമായിട്ട് മാറുന്നത്. അതേ രണ്ടുപേരെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല. ഈശ്വരന്റെ തെളിവ് അവിടെ അവശേഷിക്കപ്പെടുന്നത് പോലെ ആ ഫോട്ടോയിൽ, നഡ്ഡാജിയുമായി സംസാരിക്കുന്ന ഫോട്ടോയിൽ ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കാണുന്നത് കൊണ്ട് മാത്രം ആ പറഞ്ഞത് നുണയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു സമരത്തിന് ഇറങ്ങുന്നതും വിഷയങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ വളരെ ശരി തന്നെയാണ്. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ക്രെഡിബിലിറ്റി സ്വന്തം നിലയ്ക്ക് കീപ്പ് ചെയ്തുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ആ വിഷയത്തിലുണ്ടാകും. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റിന് കുറച്ചുകൂടിയും അക്സെപ്റ്റൻസ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകും. ഇനി 2 പ്രതിപക്ഷ പാർട്ടികളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളെ വിഷയം ഉന്നയിച്ചു. ഇപ്പൊ ശ്രീ ശിവദാസൻ MP അങ്ങ് ഉൾപ്പെടെയുള്ള അങ്ങ് NTA ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കാതലായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചു. ആ സംസാരിച്ച വിഷയത്തിന്റെ മെറിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പഠിക്കപ്പെടായിരിക്കും നമുക്ക് മനസ്സിലാകാം. ഈ വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പാർലമെന്റിൽ ഒരു ചർച്ച നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ചർച്ച നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കബോർഡിൽ ഇതിനേക്കാൾ കൂടുതൽ സ്കെൽട്ടൺസ് ഉള്ളത് കൊണ്ട് അത് പലതും ഡിസ്കസ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മെറിറ്റ് കുറച്ച് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, ഈ സമരത്തിന് വേണ്ടിയിരുന്ന 2 കാര്യങ്ങൾ, ക്രെഡിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ഇത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു പാർട്ടിയുടെ വക്താവ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലെ ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമരം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ദൈവങ്ങളൊന്നും അല്ല. വീഴ്ചകളൊക്കെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് സംഭവിക്കും. ആ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നോ അതിനെ അഡ്രസ് ചെയ്യുന്നോ എന്നുള്ളതാണ് പ്രധാനം. മെയ് 15-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ 1 വർഷം നഷ്ടപ്പെടാതെ എത്രയും വേഗം ഈ പരീക്ഷ റീടെസ്റ്റ് നടത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നതും അക്കൗണ്ടബിലിറ്റി, ക്രെഡിബിലിറ്റി ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തവണയും കൂടി അതിന് സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ.